മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. അടുത്ത് വരാൻ പോകുന്ന എക്സാമിന് എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. നമ്മുടെ തന്നെ വീഡിയോയിൽ വിവരാവകാശ കമ്മീഷനിൽ നിന്നും ഈ കഴിഞ്ഞ LD ക്ലർക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം എന്ന് തന്നെയാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത്. ഇവിടെ ഉത്തരം എ ആണ്. 2019 ഓഗസ്റ്റ് 9. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. ഇവിടെ ഉത്തരം ബി ആണ്. ജൂലൈ 20, 2020. അതായത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്. ഇവിടെ ഉത്തരം ബി ആണ്. 2019. അടുത്ത ക്വസ്റ്റ്യൻ, കൊപ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം ഏത്? ഇവിടെ ഉത്തരം സി ആണ്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ്? ഇവിടെ ഉത്തരം എ ആണ്. സുപ്രീം കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? ഇവിടെ ഉത്തരം ഡി ആണ്. മുകളിൽ പറഞ്ഞവർ ആർക്കും നൽകാവുന്നതാണ്. അതായത് ഉപഭോക്താവ്, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന് പ്രസിഡൻറ്റും കൂടാതെ കുറഞ്ഞത് 3 അംഗങ്ങളും ഉണ്ടാകണം. അടുത്ത ഓപ്ഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരത്തിൻ്റെ പ്രസിഡൻറ്റിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ഫോറം പ്രസിഡൻറ്റിൻ്റെ ശുപാർശ ആവശ്യമാണ്. നാലാമത്തെ ഓപ്ഷൻ, ഇവയിൽ ഒന്നും ശരിയല്ല. ഇവിടെ ഉത്തരം ഡി ആണ്. ഇവയിൽ ഒന്നും ശരിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഒന്നാമത്തെ ഓപ്ഷൻ, ഡയറക്ടർ ജനറൽ. രണ്ടാമത്തെ ഓപ്ഷൻ, ജില്ലാ കളക്ടർ. മൂന്നാമത്തെ ഓപ്ഷൻ, പോലീസ് ഓഫീസർ. നാലാമത്തെ ഓപ്ഷൻ, ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്ക്. ഇവിടെ ഉത്തരം ഡി ആണ്. ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരല്ല? ഒന്നാമത്തെ ഓപ്ഷൻ, തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി. രണ്ടാമത്തെ ഓപ്ഷൻ, ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി.
മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ. നാലാമത്തെ ഓപ്ഷൻ സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി. ഇവിടെ ഉത്തരം ഡി ആണ്. സൂചനകൾ 1ഉം 3ഉം എന്നിവ. അതായത് തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. രണ്ടാമത്തെ ഓപ്ഷൻ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. മൂന്നാമത്തെ ഓപ്ഷൻ വില പേശാനുള്ള അവകാശം. നാലാമത്തെ ഓപ്ഷൻ കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഇവിടെ ഉത്തരം സി ആണ്, വില പേശാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്ക് മുകളിൽ പ്രതിപാദിക്കുന്ന പരാതികളാണ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്? 11. ഇവിടെ ഉത്തരം ആൻസർ ബി ആണ്, 10 കോടി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ തലവൻ. ഇവിടെ ഉത്തരം ഡി ആണ്, സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇവിടെ ഉത്തരം എ ആണ്, ജസ്റ്റിസ് ബി ബാലകൃഷ്ണ ഏറാടി. അടുത്ത ക്വസ്റ്റ്യൻ, ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? ഇവിടെ ഉത്തരം ബി ആണ്, 45 ദിവസത്തിനകം. അടുത്ത ക്വസ്റ്റ്യൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ സാമ്പത്തിക അധികാര പരിധി. ഇവിടെ ഉത്തരം എ ആണ്, 1 കോടി രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഉപഭോക്തൃ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ ആശുപത്രി രോഗി ബന്ധം. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം. മൂന്നാമത്തെ ഓപ്ഷൻ വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം. നാലാമത്തെ ഓപ്ഷൻ ഉൽപ്പാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. ഇവിടെ ഉത്തരം ഡി ആണ്, ഉൽപ്പാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ. ഇവിടെ ഉത്തരം ബി ആണ്, ജസ്റ്റിസ് R.K. അഗർവാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ബഡ്ജറ്റ് ലൈനിൽ. രണ്ടാമത്തെ ഓപ്ഷൻ നിസ്സംഗത വക്രത്തിൽ. മൂന്നാമത്തെ ഓപ്ഷൻ ബഡ്ജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. നാലാമത്തെ ഓപ്ഷൻ ചോദന വക്രത്തിൽ. ഇവിടെ ഉത്തരം സി ആണ്, ബഡ്ജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഒന്നാമത്തെ ഓപ്ഷൻ അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. രണ്ടാമത്തെ ഓപ്ഷൻ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം. മൂന്നാമത്തെ ഓപ്ഷൻ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. നാലാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം.
ഇവിടെ ഉത്തരം ഡി ആണ്. ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാതെ ആക്സസ് ചെയ്യാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഇവിടെ ഉത്തരം സി ആണ്. അതായത് കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊമോഷൻ മിശ്രിതം ഉൾപ്പെടുന്നത്? ഉത്തരം ബി ആണ്. പരസ്യം, പ്രചാരം, പേഴ്സോണൽ, വിൽപ്പന, പ്രൊമോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ടോൾ ഫ്രീ നമ്പർ 1800-11-4000 എന്നത് ആളുകൾക്ക് അവരവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഇവിടെ ഉത്തരം ബി ആണ്. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ നിർവഹിച്ചിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്ന ഏതൊരു പരസ്യവും ഉൾപ്പെടുന്നു? ഇവിടെ ഉത്തരം ബി ആണ്. മുകളിൽ ഉള്ളവയല്ല. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സ്വഭാവം, പദാർത്ഥം, അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം എന്നിവയെക്കുറിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ തെറ്റായ ഗ്യാരണ്ടി നൽകുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശമല്ലാത്തത് ഏതാണ്? ഇവിടെ ഉത്തരം സി ആണ്. സാധ്യമാകുന്നിടത്തെല്ലാം വിവിധ തരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ? ഇവിടെ ഉത്തരം ഡി ആണ്. എല്ലാം. അതായത് ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു. അടുത്തത് ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ് അഥവാ വൈകല്യം. അടുത്ത ഓപ്ഷൻ, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം. അടുത്ത ഓപ്ഷൻ, ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട നോഡൽ ഏജൻസി. ഉത്തരം ഡി ആണ്, സപ്ലൈകോ. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ. ഇവിടെ ഉത്തരം എ ആണ്. 2 വർഷം വരെയുള്ള ജയിൽ പാസവും 10 ലക്ഷം രൂപ പിഴയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്കറ്റിംഗ് മിക്സിലെ 4 Pകളാണ്. ഉൽപ്പന്നം എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, വില എന്ന് പറയുന്നത് പ്രൈസ്, സ്ഥലം എന്ന് പറയുന്നത് പ്ലേസ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? ഇവിടെ ഉത്തരം സി ആണ്, പ്രൊമോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം? ഇവിടെ ഉത്തരം ഡി ആണ്, ട്രേഡ് മാർക്ക്. രജിസ്റ്റേർഡ്
ബ്രാൻഡ് നെയിം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കി ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡൻറ്റും കൂടാതെ 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ, ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിൻ്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപ വില ഉണ്ടായിരിക്കണം. ഇവിടെ ഉത്തരം സി ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF myTurnPSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ക്ലാസ് കണ്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.